നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന്റെ ഞെട്ടൽ മാറും മുൻപ് സംസ്ഥാനത്ത് ഇന്ന് 2 പേരാണ് ഷോക്കേറ്റ് മരിച്ചത്. തിരുവനന്തപുരത്തും കോഴിക്കോടുമാണ് അപകടങ്ങൾ ഉണ്ടായത്. തിരുവനന്തപുരത്ത് KCBയുടെ അനാസ്ഥയാണ് 19 വയസ്സുകാരൻ അക്ഷയുടെ ജീവനെടുത്തത്. വൈദ്യുതി കമ്പി പൊട്ടിവീണാണ് പനയമുട്ടം സ്വദേശി അക്ഷയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങവെയാണ് അപകടം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജു, അപകടകരമായ വൈദ്യുതി ലൈനുകൾ പരിശോധിക്കണമെന്ന് മന്ത്രി ഉത്തരവിട്ട് മണിക്കൂറുകൾക്കകമാണ് മനുഷ്യരുടെ ജീവനെടുക്കുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. അക്ഷയുടെ മരണത്തിന് കാരണമായത് എന്താണെന്നാണ് അധികൃതർ പറയുന്നത്? രുചീഷ്, അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ KCBയുടെ അനാസ്ഥ അതൊരു തുടർക്കഥയായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുന്റെ മരണത്തിന് പിന്നാലെ KCBയുടെ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയത്താണ് ആ ചിത ആറും മുമ്പ് തന്നെ മറ്റൊരു മരണവാർത്ത കൂടി തേടിയെത്തുന്ന ഒരു കാഴ്ച കാണുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്ന 19 വയസ്സുമായിട്ടുള്ള അക്ഷയാണ് മരിച്ചത്. ഒഴിവു ദിവസങ്ങളിലൊക്കെ ചെറിയ വരുമാനത്തിനായിട്ട് കൂട്ടുകാർക്കൊപ്പം ഈ കാറ്ററിംഗ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു യുവാവ്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ഇന്നലെ രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അക്ഷയ്ക്ക് ദാരുണമായിട്ടുള്ള മരണം സംഭവിക്കുന്നത്. ഈ വീടിന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പാമ്പാടി എന്ന സ്ഥലത്ത് അവിടെ വെച്ചാണ് റോഡിൽ പൊട്ടുവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി ഈ അക്ഷയുടെ വണ്ടി മറയുന്നത്. സുഹൃത്തുക്കൾ ഒപ്പം ഉണ്ടായിരുന്നു. അവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അവർ ഉടൻ തന്നെ ചാടി മാറുകയാണ് ഉണ്ടായിരുന്നത്. സമീപത്തുള്ള ഈ പറമ്പിലെ ഒരു റബ്ബറിന്റെ കൊമ്പൊടിഞ്ഞ് ഈ വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് വീണാണ് അപകടമുണ്ടാകുന്നത്. അങ്ങനെ വൈദ്യുതി കമ്പി പൊട്ടി വീഴുന്നു. അതിന് പിന്നാലെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് നിലംപൊത്തുകയാണ് ചെയ്തത്. ഈ കാലപ്പഴക്കം ചെന്ന പോസ്റ്റിന് ഈ സ്റ്റേ കമ്പി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് കാഴ്ച. ഈ മരണത്തിന് പിന്നാലെ ഈ മരം പൊട്ടി വീണ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഉടമയെ പഴിച്ചുകൊണ്ട് മന്ത്രി തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച കണ്ടു. പറമ്പിന്റെ ഉടമ മരം മുറിച്ചു മാറ്റാൻ അനുവദിക്കാത്തതാണ് ഈ അപകടത്തിന് ഇരയാക്കിയതെന്നായിരുന്നു ന്യായം ഉണ്ടായിരുന്നത്. എന്നാൽ ഉടമ തന്നെ തിരിച്ചു പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. തനിക്ക് ഒരു തരത്തിലുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഉടമ പറഞ്ഞത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പാമ്പാടി മേഖലയിലുള്ള മരങ്ങളൊക്കെ മുറിച്ചു നീക്കാൻ പോലീസിനെയും കൊണ്ട് KCB തയ്യാറായിട്ടുണ്ട്. അത്തരത്തിലൊരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും നെടുമങ്ങാട് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് കേസും എടുത്തിട്ടുണ്ട്. രുചീഷ്. ശരി അഞ്ജു.